Hello friends, welcome to Vajrayana Kitchen. I am Chef Vinod. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു ബൾക്ക് കുക്കിംഗ് ആണ്, ചിക്കൻ ബിരിയാണി. അത് ഒരു ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയാണ്. വാക്സിൻ ചലഞ്ച്, ബിരിയാണി മേള. ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 400ഓളം ബിരിയാണി ഓൾറെഡി ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. 1.5 കിലോ ഇഞ്ചിയും 1 കിലോ വെളുത്തുള്ളിയും 1 കിലോ പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. 120 കിലോ ചിക്കനാണ് നമ്മൾ ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഉള്ളിയൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. സുനീഷും ബിജോയും ഒക്കെ വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. അവർ പൊളിക്കുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ അരിഞ്ഞാലേ പരിപാടി തീരത്തുള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ റൈത്തയ്ക്കുള്ള കുക്കുംബറും ഓണിയനും ടൊമാറ്റോ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പൊളിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അരയ്ക്കാൻ വേണ്ടി നമ്മുടെ ബിജോയ് മച്ചാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. റൈത്തയിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. റൈത്തയ്ക്ക് വേണ്ടിയുള്ള ടൊമാറ്റോയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ടൊമാറ്റോയുടെ സീഡ് നമ്മൾ എടുക്കുന്നില്ല. സീഡ് നമ്മൾ മസാലയ്ക്കകത്തിടും. സീഡ് മാറ്റി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ബാക്കിയുള്ള ടൊമാറ്റോ മസാലയ്ക്ക് വേണ്ടി നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലേക്ക് അല്പം ഓയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. നാളെയാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ കളറൊക്കെ ചേഞ്ച് ആകും. അതിനാണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. കോവിഡ് വാക്സിന് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ASCയുടെ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ബിജോയ്, ജിതിന്, സുനീഷ്. ക്യാമറ പിടിക്കുന്നത് നമ്മുടെ അനന്തുവാണ്. ബിരിയാണിക്ക് വേണ്ടിയുള്ള കാഷ്യൂനട്ടും ഒനിയനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു കടായി വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചൂടായാലോടൻ 1.5 കിലോ കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം. കാഷ്യൂനട്ട് ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ട്രേയിൽ നമുക്ക് ടിഷ്യൂ പേപ്പർ ഇട്ട് നിരത്തിയിടാം. കാഷ്യൂനട്ട് ഫ്രൈ ചെയ്താലുടൻ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിരിക്കുന്നു ഒണിയൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 3 കിലോ ഒണിയൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഒണിയൻ നന്നായിട്ട് ഗോൾഡൻ കളറായാലുടൻ കാഷ്യൂനട്ട് ഇട്ട പോലെ തന്നെ ഒരു ട്രേക്കകത്ത് ടിഷ്യൂ പേപ്പർ ഇട്ട് നന്നായിട്ട് നിരത്തിയിടാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഒണിയൻ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു വലിയ ചെമ്പെടുക്കാം. ചെമ്പിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാം. ഏകദേശം 1 കിലോ ഇഞ്ചിയും 1 കിലോ വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 250 ഗ്രാം മുളക് പൊടിയും 300 ഗ്രാം കുരുമുളക് പൊടിയും 1/2 കിലോ മല്ലിപ്പൊടിയും 300 ഗ്രാം പെരിഞ്ജീരകം പൊടിച്ചതും 300 ഗ്രാം ഗരം മസാലയും 3 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഒരു 10 പച്ചമുളക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് മിക്സ് ആയാലുടൻ ചിക്കൻ ചേർക്കാം. ചിക്കനും മസാലയും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല നീളമുള്ള ചട്ടുകം ഉപയോഗിച്ച്
അടിയിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല പുരളണം. മസാല തയ്യാറാക്കിയപ്പോൾ നാരങ്ങാനീര് ചേർക്കാൻ ഞാൻ വിട്ടുപോയായിരുന്നു. 2 ചെറുനാരങ്ങ അവിടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഈ ബിരിയാണി ചലഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ ബിരിയാണിയുടെ കൂടെ മുട്ട വേണമെന്ന് പറഞ്ഞ മഹാനാണ് സനു വന്നിട്ടുണ്ട്. അപ്പോൾ സനു വന്നപ്പോൾ മുട്ടയോടെ നമുക്ക് പുഴുങ്ങാൻ വേണ്ടി വെക്കാം. ഈ ബിരിയാണി ഡെലിവറി ചെയ്യാനുള്ള റൂട്ടുകളും ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ ബിജോയ് അകത്തോട്ട് പോയിട്ടുണ്ട്. ബിജോയ് റൂട്ട് തയ്യാറാക്കുന്ന ടൈമിൽ നമ്മുടെ സനുവിനെ കൊണ്ട് നമുക്ക് ചില പണിയെടുപ്പിക്കാം. ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈത്തയും പിക്കിളും ഒക്കെ ഇൻഡിവിജ്വലായിട്ട് സിമിയും അനുവും പാക്ക് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ കുട്ടിപ്പട്ടാളവും ഉണ്ട്. നമ്മുടെ ക്യാമറാമാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടിപ്പട്ടാളമൊക്കെ വളരെ സന്തോഷത്തോടായിരിക്കുന്നത്. ആർക്കും ഉറക്കമൊന്നും വരുന്നില്ല. നാട്ടിലെ നമ്മുടെ കല്യാണത്തലേന്നിന്റെ ഒക്കെ ഒരു ഫീലിങ്സ് അതാണ് നമുക്കിപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂർ ആകുന്നു. ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്താൽ രാത്രി 12:30-ക്കെങ്കിലും ഇത് തീരത്തുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ 2 കടായിയാണ് ഉപയോഗിക്കുന്നത്. 2 കടായിലും എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായാലുടൻ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ മസാല തയ്യാറാക്കുന്നത്. ഇത്രയും ബൾക്കായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ചിക്കൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിനാണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി മസാല തയ്യാറാക്കുന്നത്. ഇത് കണ്ടോ, മുട്ട തിളച്ച് വരുന്നുണ്ട്. മുട്ട തിളച്ചാലുടൻ സനുവിൻ്റെ കൊടുക്കുക. സനു ഇത് മുഴുവൻ ഇത് പൊളിക്കേണ്ടത്. സനുവിൻ്റെ ഐഡിയ ആയിരുന്നു മുട്ട വെച്ച് ബിരിയാണി കൊടുക്കണമെന്ന്. ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഏകദേശം 1/4 ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ 1/4 ഫ്രൈയിൽ നമ്മൾ കോരിയെടുക്കുകയാണ്. ചിക്കൻ നമുക്ക് കോരിയെടുക്കാം. ഇത് കണ്ടോ, ഏകദേശം 420ഓളം മുട്ടയുണ്ട്. ഇതെപ്പോൾ പൊളിച്ചിട്ട് ഇവർ വീട്ടിൽ പോകും. സിമി ക്യാപ്റ്റനായിട്ടുള്ള മുട്ട പൊളിക്കൽ മത്സരം തുടങ്ങിയിട്ടുണ്ട്. അതിഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സുനീഷും ജിതിനും കട്ടയ്ക്ക് കൂടെ നിൽപ്പുണ്ട്. അങ്ങനെ മുട്ടയൊക്കെ പൊളിച്ച് തീർന്നു. ചിക്കനും ഫ്രൈ ചെയ്തു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് തെറിക്കാൻ പോവാണ്. ഇപ്പോൾ ഏകദേശം 12:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ നമ്മൾ പരിപാടി അംഗം തുടങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ രാവിലെ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. ഒരേ ഒരു ഭീഷണിയേ ഉള്ളൂ, മഴ ഇന്ന് തകർത്ത് പെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പെയ്യുമെന്ന് പറഞ്ഞാൽ പെയ്തിരിക്കും. ഐശ്വര്യമായിട്ട് രാവിലെ അടുപ്പൊക്കെ കത്തിച്ച് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് വലിയൊരു ചെമ്പ് വെക്കാം. ചെമ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഞാനും അനന്തവും മാത്രമേ ഉള്ളൂ കിച്ചണിൽ. സുനീഷ് ഇച്ചിരി കഴിഞ്ഞിട്ട് വരും. ബാക്കിയുള്ളവരൊക്കെ പെയ്യെ വരും. അതെങ്കിൽ നമ്മുടെ പണികളൊക്കെ തുടങ്ങാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്പൈസസ് ഒക്കെ ചേർക്കാം. ഏലക്കയും ഗ്രാമ്പും കറുവപ്പട്ടയും ബേലീഫും തക്കോലവും പെരിഞ്ചീരകവും ജാതിപത്രിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അതിലേക്ക് നമ്മൾ ഇന്നലെ വൈകിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ കണ്ടോ, ഒരു ശകലം പോലും വേറെ കളറായിട്ടില്ല. അത് നമ്മൾ ഓയിൽ ഒഴിച്ച് വെച്ചുകൊണ്ടാണ്. 10 മണിയാകുമ്പോഴത്തേക്ക് ആദ്യത്തെ ചെമ്പ് ബിരിയാണി തയ്യാറാകണം. അതിനുള്ള പണിയിലാണ്. നമ്മൾ പടപടയെന്ന് നിന്നാലേ പരിപാടി മുന്നോട്ട് നീങ്ങത്തുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴന്നു വന്നാലുടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള അരിയുന്ന കണ്ടപ്പോൾ അനന്തു ചോദിക്കുന്നു, ചേട്ടാ ഇത്രയും സവോള എന്തിനാണെന്ന്. ഇത് കണ്ടോ, സവോളയൊക്കെ കണ്ട് അനന്തുവിൻ്റെ കിളി പോയിരിക്കുകയാണ്. അനന്തു ചോദിക്കുന്നു ഇത്രയും സവോളയുടെ ആവശ്യമുണ്ടോ എന്ന്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർന്നാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. സുനീഷ് രാവിലെ എത്തിയിട്ടുണ്ട്. സുനീഷിൻ്റെ കയ്യിലോട്ട് നമുക്ക് ചട്ടുകം ഹാൻഡ് ഓവർ ചെയ്യാം. പുറത്ത് നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓർത്ത് അരി പുറത്ത് വെച്ച് വെക്കാമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മൾ തോക്കുകയില്ല. നമ്മുടെ ഈ കുടയുണ്ട്, എന്നാലേ നമ്മുടെ പണി മുന്നോട്ട് പോകത്തുള്ളൂ. 2 ചെമ്പ് ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ആദ്യത്തെ റൗണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള അരി നമുക്കൊന്ന് കഴുകിയെടുക്കാം. 20 കിലോ അരിയുണ്ട്. ഇത് മൊത്തം നമ്മൾ 40 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകി ഒരു സ്റ്റെയിനറിനകത്ത് വെള്ളം പോകാൻ വേണ്ടി വെക്കാം. ആ ടൈമിൽ നമുക്ക് റൈസിനുള്ള വെള്ളം വെക്കാം. ചെമ്പിന്റെ 1/4 ഭാഗം വെള്ളം നിറച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചാൽ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കും. അതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർക്കാം. കറുവപ്പട്ട, ഏലക്കായും ഗ്രാമ്പും തക്കോലവും ബേലീഫും ജാതിപത്രിയും ചേർക്കാം. വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ക്ലീൻ ഫിലിം കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്താൽ വെള്ളം പെട്ടെന്ന് ബോയിലാകാൻ സഹായിക്കും. അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു അടപ്പൂടെ വെച്ച് നന്നായിട്ട് അടച്ചു വെക്കാം. സുനീഷ് നന്നായിട്ട് ഉള്ളി ഇളക്കിക്കൊണ്ടിരിപ്പുണ്ട്. സുനീഷ് ഉള്ളി ഇളക്കി കൈ മടുത്തെന്ന് പറയുന്നു. അതുപോലെ തന്നെ ബിരിയാണിക്ക് വേണ്ടിയുള്ള മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് നരിഞ്ഞെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിഞ്ചീരകപ്പൊടിയും ജീരകപ്പൊടിയും
ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. മസാലയൊന്ന് ചൂടായാലുടൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. അതിലേക്ക് നമുക്ക് 5 കപ്പ് വെള്ളം ചേർക്കാം. തക്കാളിയിൽ നിന്നും വെള്ളം ഇറങ്ങാനുള്ളതാണ്. സുനീഷ് മച്ചാനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. സുനീഷ് മച്ചാൻ പൊളി. സുനീഷ് മച്ചാനാണ് ഗ്രേവി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്പം പുതിനയിലയും മല്ലിയിലയും കൂടെ ചേർക്കാം. റൈസിനുള്ള വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാം. റൈസ് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ബിരിയാണി പായ്ക്കാനുള്ള ബോക്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാവരും. ആദ്യത്തെ ബാച്ച് റൈസ് റെഡി ആയിട്ടുണ്ട്. റൈസ് നമുക്ക് ഊറ്റിയെടുക്കാം. റൈസ് നമുക്ക് ദം ചെയ്തെടുക്കാം. കാഷ്യൂനട്ടും ഫ്രൈഡ് ഓണിയനും മല്ലിയിലയും പുതിനയിലയും ഒരു ലെയറായിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇടാം. അതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന നെയ്യും സാഫ്രോണും ചേർക്കാം. പാക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി റൈസ് സെപ്പറേറ്റ് ആയിട്ടും മസാല സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 ലെയറായിട്ട് റൈസ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് അല്പം റോസ് വാട്ടറൂടെ തളിക്കാം. റോസ് വാട്ടറൂടെ തളിക്കുമ്പോഴത്തേക്ക് ബിരിയാണിയുടെ മണം വേറെ ലെവലാകും. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ചെമ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പാക്കിങ് തുടങ്ങിയിട്ടുണ്ട്. പത്ത് മണിയായപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡെലിവറി തുടങ്ങാൻ പോവുകയാണ്. വണ്ടികളെല്ലാം വന്നിട്ടുണ്ട്. വിനോദ് ചേട്ടനും JKB ചേട്ടനും ഒക്കെയാണ് ആദ്യത്തെ ട്രിപ്പ് പോകുന്നത്. നമ്മുടെ ASCയുടെ പ്രവർത്തകരെല്ലാം ഒത്തുപിടിച്ചിട്ടുണ്ട്. കുക്കിങ്ങും പാക്കിങ്ങും ഒക്കെ ആയിട്ട് വളരെ തിരക്കാണ്. അതുകൊണ്ടാണ് മുഴുവൻ സീനും നമ്മുടെ വീഡിയോയ്ക്കകത്ത് കാണിക്കാത്തത്. ഇത് ഏത് ഏരിയയിലോട്ട് ഏട്ടാ? ഇത് ഫെൽത്ത. ഇതാ രണ്ടാമത്തെ ചെമ്പ് റൈസും തയ്യാറായിട്ടുണ്ട്. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഡെൽസനും എത്തിയിട്ടുണ്ട്. ഡെൽസനാണ് റൈസ് സെറ്റ് ചെയ്ത് വിടുന്നത്. സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള അടുത്ത ഡെലിവറിയാണ് പോകുന്നത്. സന്തോഷും ഏബ്രാം ചേട്ടനുമാണ് പോകുന്നത്. അവരടുത്ത റൂട്ട് പിടിച്ചിട്ടുണ്ട്. വളരെ ഒരു മഴയുള്ളൊരു ദിവസമായതുകൊണ്ട് വളരെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മളിത് കറക്റ്റ് ടൈമിൽ തന്നെ എല്ലാ സ്ഥലത്തും എത്തിക്കും. ഇതൊരു കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനമായിരുന്നു. വളരെ നല്ല, ശരിക്കും പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്തൊരു ദിവസമാണ്. ഡെലിവറിക്ക് പോയവരോടൊക്കെ വളരെ നല്ല ഒരു ഫീഡ്ബാക്കാണ് എല്ലാവരും കൊടുത്തോണ്ടിരിക്കുന്നത്. 400 ബിരിയാണിയിൽ തുടങ്ങിയതാണ്. പക്ഷെങ്കിൽ നമുക്ക് കുറച്ചുപേരെ വീണ്ടും നമ്മളോട് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ കുറച്ചുകൂടെ വീണ്ടും സെറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വോളണ്ടിയർമാരും എല്ലാവർക്കും കൂടി ഏകദേശം ഒരു 450 ബിരിയാണി ആയിട്ടുണ്ട്. അപ്പം ലാസ്റ്റ് ബിരിയാണി പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു. കോവിഡ് പ്രോട്ടോകോളൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുകൂടി ഉള്ള പ്രവർത്തനമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടീം വർക്കായിരുന്നു. അതായിരുന്നു ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. ഇന്നലെ ഉച്ചയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് വർക്ക്. കുറേ പേർ വൈകിട്ട് വന്ന് സഹായിച്ചു. നമുക്ക് രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നവരുണ്ട്, നവീനെ പോലുള്ളവർ. വളരെ ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു. അതുപോലെ തന്നെ ലണ്ടൻ ഹീത്രൂ ASCയുടെ മുഴുവൻ പ്രവർത്തകരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതിലുപരി നമ്മളിത് വളരെ പെട്ടെന്ന് തീരുമാനിച്ചൊരു തീരുമാനമാണിത്. ജസ്റ്റ് 3 ദിവസം കൊണ്ടാണ് നമുക്ക് ഇത്രയും ഓർഡർ വന്നത്. അതിനായിട്ട് നമ്മളോട് ഇതിന് മുഴുവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്ത, കോൺട്രിബ്യൂട്ട് ചെയ്തവർ അവരൊക്കെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ക്യാമ്പയിനെ ഏറ്റെടുത്തത്. അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം. 480 ബിരിയാണി വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കോവിഡ് വാക്സിന് വേണ്ടിയുള്ള ബിരിയാണി ചലഞ്ച് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചു. വളരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ഇപ്പോഴാണ് മഴയൊക്കെ തോർന്നത്. അവസാനത്തെ ഡെലിവറി വണ്ടിയും പോയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കുറച്ച് പേരോടെ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ. ഡെലിവറിക്ക് പോയവരോട് വന്നാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് പിരിയാനാണ് ഞങ്ങളുടെ പ്ലാന്. അപ്പം നല്ലൊരു ഉദ്യമമായിരുന്നു ഇത്. നിങ്ങളെല്ലാവരും ഇത് ഏറ്റെടുക്കണം. ജന്മനാടിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.